السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. الحمد لله. അപ്പം നമ്മൾ ക്യാന പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ക്യാനിൽ നമ്മൾ ക്യാനയുടെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുന്തു, കുന്ത, കുന്തി അല്ലേ. ഇത് ഐ എല്ലാം സിംഗുലർ ആണ്. ഐ വാസ്, യു മെയിൽ അല്ലേ, യു വേർ, യു ഫീമെയിൽ, ഇത്രയും പഠിച്ചു. പിന്നെ നമ്മൾ അതിനു മുമ്പ് പഠിച്ചത് ക്യാന തന്നെ അല്ലേ, അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ, ക്യാനയും ക്യാനത്തും. ഹി വാസ്, ഷീ വാസ്, ഇത്രയാണ് നമ്മൾ ക്യാനയിൽ ഇതുവരെ പഠിച്ചത്. പിന്നെ നമ്മൾ ഇന്ന ചേർത്ത് വരുമ്പം ഉള്ള ഒരു റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന ക്യാന ഇങ്ങനെ എഴുതാൻ പറ്റൂല. ഇത് റോങ് ആണ്. കാരണം ഇവിടെ ഒരു സബ്ജക്റ്റ് വേണം അല്ലെ. ഇന്നയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്താ ഒരു വേർബ് വരാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ കോമൺ നമ്മൾ സംസാര അറബി ഭാഷയിൽ ഓർഡർ എപ്പോഴും ജനറലി സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബ് ആയിരിക്കും. സബ്ജക്റ്റ് വേർബ്. ഇത് കോമൺ സ്പീച്ച് ലാംഗ്വേജിൽ, കോമൺ അറബിക് ജനറലി ഇതായിരിക്കും അതിൻ്റെ ഒരു ഓർഡർ. ഫോർ എക്സാമ്പിൾ എഴുതാണെങ്കിൽ മുഹമ്മദുൻ കാന തോലിബുൻ. ഓക്കെ. ഇനി ക്ലാസിക്കൽ അറബിക് ആവുമ്പോൾ, ക്ലാസിക്കൽ അറബി എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ക്ലാസിക്കൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചർ അല്ലേ. അപ്പം ഖുർആന്റെ ഒക്കെ ഒരു സ്റ്റൈലിൽ ക്ലാസിക്കൽ അറബിക് ആണ്. അപ്പം ക്ലാസിക്കൽ അറബിക് ആവുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ വേർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. ഓക്കെ. വേർബ് കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? കാന മുഹമ്മദുൻ ഇവിടെ താലിബൻ ആണ് കേട്ടോ. ഓക്കെ. കാന മുഹമ്മദുൻ താലിബൻ, അതായത് വേർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നത്. ഇനി ക്ലാസിക്കലിൽ തന്നെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബും യൂസ് ചെയ്യും. ഖുറാനിലും ഈ രണ്ട് രീതിയിലുള്ള എക്സാമ്പിൾസും ഉണ്ടാവും. സബ്ജക്റ്റ് കഴിഞ്ഞിട്ടുള്ള വേർബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സബ്ജക്റ്റിനെ ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ. ക്ലാസിക്കൽ അറബിക്കിൽ തന്നെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, സബ്ജക്റ്റിന് ഒരു ലെവൽ ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഉപയോഗിക്കുക. ജസ്റ്റ് ഒരു ടിപ്പായിട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഇത്രയാണ് നമുക്ക് തൽക്കാലം ഈ ഒരു ചാപ്റ്ററിൽ ക്യാനയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ക്യാന അല്ലെങ്കിൽ വേർബിന്റെ വേർബുകൾ വേറെയും വരുന്നുണ്ട്. പക്ഷെ ക്യാനയെ കുറിച്ച് ഇപ്പോൾ ക്യാനയുടെ പ്ലൂറൽ ഒക്കെ ഉണ്ട്, ക്യാനു, അതൊന്നും ഇപ്പോൾ നമ്മൾ തൽക്കാലം എടുക്കുന്നില്ല. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇവിടെ വെച്ച് നിർത്തണം. ബാക്കി നമുക്ക് അടുത്ത ബുക്കിൽ ചെയ്യുമ്പം എടുക്കാം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പുതിയതായിട്ടൊരു ടോപ്പിക് എടുക്കാനുള്ളത് അഡ്വേർബ്സ് അല്ലെങ്കിൽ ദർഫുകൾ. ഓക്കെ. അഡ്വേർബ്, അസ്മാഉ ദർഫ്. അതായത് ദർഫിന്റെ ഇസ്മുകൾ. ദർഫ് എന്ന് പറയുന്നത് അഡ്വേർബ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുമ്പം ക്രിയാവിശേഷണം. നമുക്കറിയാം സിഫ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നാമവിശേഷണമാണ് അല്ലെ. ഒരു ഇസ്മിനെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്, സിഫ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
ഇത് ദർഫ് എന്ന് പറയുന്നത് ക്രിയയെ വിശേഷിപ്പിക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത ഒരു ആ ഒരു ചെയ്ത്തിന് ആ ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുമ്പോഴാണ് അതിന് ആഡ്വേർബ്സ് അല്ലെങ്കിൽ ദർഫ് എന്ന് പറയാം. പ്രവൃത്തി എങ്ങനെയാ നമ്മൾ വിശേഷിപ്പിക്കുക? ഇന്ന സമയത്ത് ചെയ്തു, അല്ലേ? അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്തു, അങ്ങനെയൊക്കെ പറയാറുണ്ട്, അല്ലെ? ഇന്നലെ പോയി, അല്ലെങ്കിൽ സ്കൂളിൽ എന്താണ് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ അടുത്ത് നിന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അതിന്റെ അടുത്ത് നിന്നു, താഴെ നിന്നു എന്നൊക്കെ പറയൂലേ. അപ്പൊ അതുപോലെ വേർബുകളെ, ക്രിയകളെ, ഫെയലുകളെ വിശേഷിപ്പിക്കുന്ന നാമങ്ങളാണ് ദോർഫുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദോർഫ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ രണ്ട് കാറ്റഗറി ഉണ്ട്: ദോർഫു മക്കാനും ദോർഫു ജമാനും. ഓക്കെ, ദോർഫു മക്കാനിൻ, ദോർഫു സമാൻ. സമാൻ എന്ന് പറഞ്ഞാൽ കാലമാണ്, അല്ലെ? അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ആഡ്വേർബ്സ് ഓഫ് ടൈം, കാലത്തിന് സമയത്തിനെ സൂചിപ്പിക്കുന്ന വിശേഷണങ്ങൾ ആഡ്വേർബ്സ് ഓഫ്. മെക്കാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ്, ആഡ്വേർബ്സ് ഓഫ് പ്ലേസ്. ഓക്കെ, സ്ഥലത്തിനെ സൂചിപ്പിക്കുന്ന ആഡ്വേർബ്സ് അല്ലെങ്കിൽ ദോർഫുകൾ. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ വൊക്കാബുലറി പോലെ എഴുതാം ഇൻഷാ അല്ലാഹ്. ആദ്യം ആഡ്വേർബ്സ് ഓഫ് പ്ലേസ് എഴുതാം. അല്ലെങ്കിൽ ദോർഫു മക്കാനിൻ. ഓക്കെ, എക്സാമ്പിൾസ്: ഫൗക. ഫൗക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അബവ്, അല്ലെ? എന്തിൻ്റെങ്കിലും മേലെ, ഓൺ, എന്തെങ്കിലും മേലെ ഉള്ള വാക്കാണ് ഫൗക. മേലെ എന്ന് പറയുന്നതാണ് ഫൗക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് തഹ്ത. തഹ്ത എന്ന് പറഞ്ഞാൽ ബിലോ, എന്തിൻ്റെങ്കിലും താഴെ. ഓക്കെ, പിന്നെ ഇൻദ. ഇൻദ എന്ന് പറയുമ്പോൾ നിയർ, അല്ലെങ്കിൽ എന്തെങ്കിലും അരികെ, പല രീതിയിൽ. വിത്ത്, എന്തിനെങ്കിലും കൂടെ എന്നും പറയാം. പിന്നെ ഹാസ്, ഹാവ്, അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഇന്നൊരു സാധനം ഉണ്ട്, ഐ ഹാവ് എ പെൻ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടും എന്താ. നമുക്ക് എന്തയും മഴയും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാനുണ്ട് ഇതിനകത്ത്. അപ്പൊ ജസ്റ്റ് ഇപ്പം ഈ മീനിങ്സ് ഇത്രമാത്രം ഓർത്തു വെക്കാം: നിയർ, ബിസൈഡ്, വിത്ത്, ഹാസ്, ഹാവ്. അതായത് അടുത്ത്, അരികെ, കൂടെ, അല്ലെങ്കിൽ ഓൺ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്, ഉണ്ട്, എനിക്കുണ്ട് എന്ന് പറയുന്നതിനും എന്താ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് മഴയ്ക്കും ഇതേപോലെ എന്താണ്, വിത്തും ഹാസ് ഓർ ഹാവും, ഈ രണ്ട് മീനിങ്ങും മഴയ്ക്കുമുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യുന്നതിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. വിത്ത്, ഹാസ്, ഹാവ്. കൂടെ എന്ന് തന്നെയാണ് നമ്മൾ ഒറ്റ വാക്കിൽ പറയണേ. മഴ എന്ന് പറഞ്ഞാൽ കൂടെയാണ്. പക്ഷെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അത് ഉപയോഗിക്കാന്ന് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അടുത്തത് അമാം. അമാമ. ഓക്കെ, അമാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിൽ. ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിൽ. അടുത്തത് ഖൽഫ അല്ലെങ്കിൽ വറാ. ഖൽഫ അല്ലെങ്കിൽ വറാ, അല്ലെ? ഖലീഫ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്തുടർച്ച, അല്ലെ? പിന്തുടരുന്നവർ, ഒന്നിന്റെ പിന്നിൽ ഒന്ന് വരുന്നത്. അപ്പം ബിഹൈൻഡ്, പിന്നിൽ, ഖൽഫ. അടുത്തത് ബൈന. ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ, ബിറ്റ്വീൻ. ഇത്രയും വാക്കുകൾ അറിയാത്തവർ, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയുന്നതായിരിക്കും, നല്ല അറിയാത്തവർ പഠിച്ചു വെക്കുക. ഫൗക മേലെ, തഹ്ത താഴെ, എന്താ കൂടെ, അരികെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓൺ ചെയ്യുന്നതിന് ഹാസ് ഓർ ഹാവ് എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ മഅ, സെയിം മീനിങ്ങിന് വിത്ത് അല്ലെങ്കിൽ ഹാസ് ഓർ ഹാവ്. അമാമ, ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിൽ. വറാ അല്ലെങ്കിൽ ഖൽഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ, ബിഹൈൻഡ്. ബൈന, ഇടയിൽ, ബിറ്റ്വീൻ. ഓക്കെ, ഇനി ആഡ്വേർബ്സ് ഓഫ് ടൈമിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം.
അഡ്വേഴ്സ് ഓഫ് ടൈം അല്ലെങ്കിൽ ദർഫു സമാനൻ. ഓക്കെ, ഖബ്ല. ഖബ്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മുന്നേ. നമ്മൾ അതിന്റെ മുന്നേ എന്നുള്ളത്, ഈ മുന്നിൽ എന്ന് പറഞ്ഞാൽ എന്റെ നേരെ മുമ്പിൽ. ഓക്കെ, മുന്നേ എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചതിന്റെ ഓർഡർ പറയില്ലേ, അതിന്റെ മുന്നേ. അതേപോലെയാണ് ഖബ്ല ബിഫോർ, ബഅദ ആഫ്റ്റർ. ബഅദ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ അല്ലെങ്കിൽ ശേഷം. ഓക്കെ, അൽ യൗമ ടുഡേ, ഇന്ന്. അംസി അല്ലെങ്കിൽ ബിൽ അംസി, യെസ്റ്റർഡേ. അടുത്തത് ഇതന്നെ അംസ് ഉപയോഗിച്ചിട്ട് ഡേ ബിഫോർ യെസ്റ്റർഡേ, അതായത് ഇന്നലെ. ഇത് അംസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ, മെനിഞ്ഞാന്ന് എഴുതുമ്പോൾ ഔവല അംസ്. ഓക്കെ, ഔവല അംസ്, ഇന്നലേക്ക് മുന്നേ ഉള്ള ദിവസം. ഔവല അംസൻ ഡേ ബിഫോർ യെസ്റ്റർഡേ, അതായത് ഇന്നലെ മുന്നേ ഉള്ള ദിവസം, മെനിഞ്ഞാന്ന്. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, മെനിഞ്ഞാന്ന്. ഓക്കെ, ഓദൻ ടുമോറോ, ഓയിനാണ് ഡോട്ട് ഉള്ളത്. ഓദൻ ടുമോറോ, നാളെ. അൽ ആന ഇപ്പോൾ, നൗ. ഇത്രയും നോക്കാം. ആഡ്വേർബ്സ് ഓഫ് ടൈം. ദോർഫു സമാനിൻ, സമയത്തിനെ സൂചിപ്പിക്കുന്ന, എന്തെങ്കിലും ഒരു ക്രിയ നടന്ന സമയത്തിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് എക്സാമ്പിൾസ് ആണ്. അറിയാത്തവർ ഇത് ബൈ ഹാർട്ട് പഠിച്ചൊക്കെ ഖുറാനിലാണെങ്കിലും ഉടനീളം നമുക്കിത് കാണാൻ പറ്റും. അപ്പം ഖബ്ല ബിഫോർ, ബഅദ ശേഷം, അത് ഖബ്ല മുന്നേ, ബഅദ ശേഷം, അൽ യൗം ഇന്ന്, അംസ് അല്ലെങ്കിൽ ബിൽ അംസ് എന്ന് പറയുന്നത് യെസ്റ്റർഡേ, ഔവൽ അംസ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, മെഞ്ഞാന്ന്, ഓദൻ ടുമോറോ നാളെ, അൽ ആന നൗ. ഓക്കെ, ഇപ്പോൾ. ഇനി ഈ ബൊർഫുകള് ജനറലി എന്തായിരിക്കും, മൻസൂബായിരിക്കും. ഓക്കെ, അതായത് സ്പെഷ്യലായിട്ട് ഒരു റീസൺ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബൊർഫ് മൻസൂബായിട്ടാണ് വരിക. ജനറൽ ബോർഫുകൾ മൻസൂബായിരിക്കും. എന്തെങ്കിലും എക്സെപ്ഷണൽ കേസുകൾ ഉള്ളത് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാം. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം വെറുതെ മുന്നേ ശേഷം താഴെ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ എന്തിൻ്റെങ്കിലും ഒന്നിന്റെ എന്നുള്ള രീതിയിലാണ് പറയാ. അങ്ങനെ ബോർഫുകൾ ജോയിൻ ചെയ്ത് എഴുതുമ്പം അതൊരു ഇലാഫ കൺസ്ട്രക്ഷൻ പോലെ വരാം. ഇലാഫ മുദാഫ് മുദാഫ് ഇലൈഹി ഓർമ്മയുണ്ടല്ലോ അല്ലെ, കിതാബു മുഹമ്മദിൻ അല്ലെ. അപ്പം ഇലാഫ ആവുമ്പം മുദാഫ് എന്താണ്, മുനാഫ് ഇലേഹി എന്താവും, മജറൂർ ആവും. അതേപോലെയാണ് ദർഫ് ചേർത്തിട്ട് നമ്മൾ ഒരു വാക്ക് എഴുതുമ്പോൾ എന്തിനാണോ നമ്മൾ ദർഫ് ആഡ് ചെയ്യുന്നത്, ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു ഇസ്മ മജറൂർ ആവും. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, വർഫുകൾ മൻസൂബായിരിക്കും, അക്യൂസേറ്റീവ് അല്ലെങ്കിൽ ഫത്ഹ ആയിരിക്കും ഉണ്ടാവുക. വർഫിനോട് ചേർത്ത് എഴുതുന്ന കാര്യം, അതായത് ഇന്നതിന്റെ മുന്നേ, ഇന്നതിന്റെ പിന്നിൽ എന്നൊക്കെ എഴുതുമ്പോൾ ആ വരുന്ന ഇസ്മ, വർഫ് അല്ലാത്ത ഇസ്മ മുദാഫ് ഇലേഹിനെ പോലെ മജറൂർ ആയിട്ട് മാറും. ഓക്കെ, അപ്പം വർഫ് പ്ലസ് ഇസ്മ വരുമ്പോൾ ഈ ഇസ്മ മജറൂർ ആയിരിക്കും. ദർഫ് മൻസൂബും. നമുക്ക് എക്സാമ്പിൾസ് കാണാം, അപ്പൊ ഒന്നും കൂടെ കാര്യം മനസ്സിലാവും. അൽ ബൈത്തു
ഖൽഫൽ മദ്രസത്തി. അൽ ബൈത്തു ഖൽഫൽ അൽ ബൈത്തു ഖൽഫൽ മദ്രസത്തി. അപ്പൊ ഇവിടെ ഖൽഫ എന്താണ്? ദർഫാണ് അല്ലെ. അതിനോട് ചേർന്ന് വന്ന ഇസ്മാണ് മദ്രസ. അത് മജ്റൂറായിട്ടാണ് എഴുതുക. അപ്പം എന്താ മീനിങ്? ദ ഹൗസ്, ആ വീട്. ഖൽഫ് എന്താ? ബിഹൈൻഡ് അല്ലെ, പിന്നല്. ബിഹൈൻഡ് ദ സ്കൂൾ, സ്കൂളിന്റെ പിന്നിലാണ് അല്ലെ. അൽ മദ്രസ ആണ്, അതുകൊണ്ട് ദ സ്കൂൾ. അൽ ബൈത്ത് ആണ് ദ ഹൗസ്. ഇനി നമുക്ക് കുറച്ച് വൊക്കാബുലറിയും കൂടെ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അതിന്റെ മുമ്പ് ഒരു എക്സാമ്പിൾ നോക്കാം ഇൻഷാ അല്ലാഹ്, എന്നിട്ട് വൊക്കാബുലറിയിലേക്ക് പോകാം. സൂറത്തു അൻആമില് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി. ഫൗഖ എന്ന് പറഞ്ഞാൽ മേലെയാണ് അല്ലെ. ഇബാദ്, അവന്റെ അടിമയുടെ മേലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യം പറ. അള്ളാഹു കൺട്രോൾ ഉണ്ട് അല്ലെ, പൂർണ്ണമായ അധികാരമുണ്ട്. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി. ഓക്കെ, ഫൗഖ കഴിഞ്ഞപ്പം ഇബാദിനെ എന്താക്കി? മജ്റൂറായി. ഇബാദി ഹി. ഓക്കെ, ഫൗഖ ഇബാദിഹി. അപ്പം ഒരു ദർഫ് വരുമ്പം ദർഫിനോട് ചേർന്ന് വരുന്ന ഇസ്മ എന്താണ്? മുദാഫ് ഇലൈഹി പോലെ മജ്റൂറായി മാറും. എന്നാൽ ദർഫ് എന്താണ്? മൻസൂബ് ഇതിലാണ് ഉണ്ടാവുക. ആ ഒരു എക്സാമ്പിൾ ഇപ്പൊ നോക്കാം. ഇനി നമുക്ക് കുറച്ച് വൊക്കാബുലറി പഠിക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇനി അങ്ങോട്ടുള്ള കുറെ സെന്റൻസസ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട്. ഇന്ന് കൂടുതലും വൊക്കാബുലറി ആണ്. ഹഖീബത്തുൻ, ഹഖീബത്തുൻ അല്ലെങ്കിൽ അതിന്റെ പ്ലൂരലാണ് ഹഖായിബുൻ. മീനിങ് ബാഗ്. ഓക്കെ, ഹഖീബത്തുൻ അല്ലെങ്കിൽ ഹഖായിബുൻ ബാഗ്. ഖാഅത്തുൻ, അല്ലെങ്കിൽ ഖാആത്തുൻ പ്ലൂറൽ ആണ്. മീനിങ് ഹാൾ അല്ലെങ്കിൽ ഓഡിറ്റോറിയം. നെക്സ്റ്റ് കുല്ലിയത്തുൻ, അല്ലെങ്കിൽ കുല്ലിയാത്തുൻ പ്ലൂരൽ. മീനിങ് കോളേജ്. അടുത്തത് മബ്ന. മബ്ന, മബാനി പ്ലൂരൽ. മീനിങ് ബിൽഡിംഗ്. അടുത്തത് ലുഗത്തുൻ. ലുഗത്തുൻ, ലുഗാത്തുൻ പ്ലൂരൽ. ലാംഗ്വേജ്, ഭാഷ അല്ലെ. ലോകത്തുൽ അറബി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ലാംഗ്വേജ്, ഭാഷ. നെക്സ്റ്റ് ഫിഖ്ഹുൻ. ഫിഖ്ഹുൻ എന്ന് പറഞ്ഞാൽ നിയമം. ഇനി ഇത് ഇസ്ലാമിക കോണ്ടെക്സ്റ്റിലാണ് നിയമം. ശരിക്കും ഭാഷാർത്ഥത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കലാണ് അക്ഷരാർത്ഥത്തിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ലിറ്ററേച്ചർ മീനിങ് ഫിഖ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇസ്ലാമിക കോണ്ടെക്സ്റ്റിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ നിയമം, ശരിയാ എന്നൊക്കെ പറയാം. ഇനി അഖീദ.
പ്ലൂറൽ അഖായിദ്, മീനിങ് വിശ്വാസം, ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ തിയോളജി. അടുത്തത് ഹദീസുൻ, പ്ലൂറൽ ഹദായിസ്, സോറി അഹാദീസ്. മീനിങ് ഹദീസ് അല്ലേ, നമുക്കറിയാം. അതിന് വേറെ ഭാഷാർത്ഥമൊന്നും പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങൾ, പ്രവർത്തികൾ അല്ലെ, അപ്രൂവൽസ്, അതൊക്കെയാണ് ഹദീസുകൾ. നെക്സ്റ്റ് തഫ്സീറുൻ, തഫാസീർ, തഫ്സീർ തന്നെ അല്ലെങ്കിൽ ഖുർആനെ കുറിച്ചുള്ള കമന്ററി. ലാസ്റ്റ് ദർസുൻ, പ്ലൂറൽ ദുറൂസുൻ. ലെസൺ അല്ലെങ്കിൽ ലെസൺസ്, പാഠങ്ങൾ. അപ്പം ഹഖീബത്തുൻ അല്ലെങ്കിൽ ഹഖായിബ് ബാഗ്, ഖാഅത്തുൻ ഖാആത്തുൻ ഹാള് അല്ലെങ്കിൽ ഓഡിറ്റോറിയം, കുല്ലിയത്തുൻ കോളേജ്, മബ്ന മബാനി ബിൽഡിങ്, ലുഗത്തുൻ ലുആത്തുൻ ഭാഷ, ദർസുൻ ലെസൺ അല്ലെങ്കിൽ പാഠം, സോറി ഫിഖ്ഹുൻ ലോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കൽ, അഖീദ വിശ്വാസം, ഹദീസ് ഹദീസ് തന്നെ, തഫ്സീർ ഖുറാനിക് കമന്ററി അല്ലെങ്കിൽ തഫ്സീർ തന്നെ, ദർസുൻ ദുറൂസുൻ, പ്ലൂരൽ അല്ല ദർസിന്റെ പ്ലൂരൽ ദുറൂസുൻ, ദർസ് എന്ന് വെച്ചാൽ പാഠങ്ങൾ. ഇനി ദർഫുകളെ കുറിച്ച് ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ളത്. ഇപ്പം ദർഫിനും നമുക്ക് ഇസ്മിന്റെ കൂടെ, സാധാരണ ഇസ്മുകളുടെ കൂടെ ആഡ് ചെയ്യുന്ന പോലെ ദൊമീർ മുത്തസിൽ ആഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതിനുള്ള ഒരു ഉദാഹരണമാണ് അൽ ബൈത്തു അമാമഹ, ദ ഹൗസ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ, ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്, എന്തോ ഒരു കാര്യത്തിന് റെഫർ ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്കൂൾ, അപ്പം ദ ഹൗസ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്കൂൾ, വീട് ആ വീട് ആ സ്കൂൾ അതിന്റെ മുന്നിലാണ്, അതായത് സ്കൂളിന്റെ മുന്നിലാണ്. ദ ഹൗസ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്, ഇറ്റിന് നമുക്ക് ഇവിടെ മദ്രസ എഴുതാം. അപ്പം ഹ എന്നുള്ളതിന് മാച്ച് ആവും. അമാമഹു എന്നും വേണമെങ്കിൽ പറയാം, വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ. അപ്പം ഇതുപോലെ നമ്മളിവിടെ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ദർഫുകൾക്ക് ദമീർ മുത്തസിൽ, അതായത് നമ്മൾ ഇവിടെ ഇസ്മ ആഡ് ചെയ്തിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത് അല്ലെ, ഖൽഫൽ മദ്രസത്തി. അതുപോലെ ഇസ്മ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ദമീർ മുത്തസിലും ആഡ് ചെയ്തിട്ട് പറയാം. ഒരു കുഞ്ഞ് എക്സാമ്പിൾ സൂറത്തുൽ കഹ്ഫിൽ നിന്നും പറയാം, കാണാം. ലാസ്റ്റ് നോക്കാം. വക്കാന വറാഅഹും മലിക്കുൻ അല്ലെ, വക്കാന വറാഅഹും അവരുടെ പുറകെ, വറാഅ പിന്നില് ഹും അവരുടെ. അപ്പം നമുക്കറിയാം ലമീർ മുത്തസിൽ ആഡ് ചെയ്യുമ്പം അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല അല്ലെ, അതിന് മജ്റൂർ ആവുന്ന പരിപാടിയൊന്നുമില്ല. അപ്പം ജസ്റ്റ് സാധാരണ പോലെ നമ്മൾ അങ്ങ് ആഡ് ചെയ്തിട്ട് പോവുകയുള്ളൂ. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഈ ദർഫുകൾ വരുന്നത് ഇൻഷാ അല്ലാഹ്. ഞാൻ മീനിങ് എഴുതാം, സെന്റൻസസ് എഴുതാൻ നോക്കാം. ദ ഹദീസ് ബുക്ക് വാസ് അണ്ടർ ദ ചെയർ. ഇതിനാണ് നമ്മൾ കുറച്ച് വൊക്കാബുലറി ഇപ്പോൾ പഠിച്ചത്, അപ്പൊ ആ വാക്കുകളൊക്കെ ഉപയോഗിക്കണം. ദ ഹദീസ്
book was under the chair. ആ ഹദീസ് പുസ്തകം ആ കസേരയുടെ താഴെ ആയിരുന്നു. എഴുതിക്കോളാം, ഞാൻ എഴുതാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. ദ ഹദീസ് ബുക്ക് വാസ്, അല്ലേ? ദ ഹദീസ് ബുക്ക് നമ്മൾ എങ്ങനെയാ എഴുതാം? കിതാബുൽ ഹദീസി. ഓക്കെ, കിതാബുൽ ഹദീസി. കിതാബുൽ ഹദീസി വാസ് എഴുതണം, അല്ലേ? അപ്പം ക്യാന ക്യാന കിതാബുൽ ഹദീസി, അല്ലെങ്കിൽ കിതാബുൽ ഹദീസി ക്യാന എന്നും എഴുതാം, കുഴപ്പമൊന്നുമില്ല. ക്യാന കിതാബുൽ ഹദീസി തഹ്തൽ കുർസിയി. തഹ്ത എന്നുള്ളത് താഴെ എന്നുള്ള വാക്കാണ്. തഹ്ത അൽ കുർസിയി, ഇത് മജറൂറായി, അല്ലേ? അതിനോട് ചേർന്ന് വരുന്ന ഇസ്മ മജറൂറായി. പിന്നെ ദ ചെയർ ആണ്, അതുപോലെ ദ ഹദീസ് ബുക്കാണ്, അതുകൊണ്ടാണ് ഇവിടെയും അൽ വന്നത്. ക്യാന കിതാബുൽ ഹദീസി തഹ്തൽ കുർസിയി. ഇനി അടുത്ത സെന്റൻസ്, ഹിസ് ന്യൂ പെൻ ഇസ് ഓൺ ടോപ്പ് ഓഫ് ഹിസ് ബാഗ്. ഹിസ് ന്യൂ പെൻ ഈസ് ഓൺ, അല്ലെങ്കിൽ അബവ് എന്ന് പറയാം. ഓക്കെ, അബവ് ഹിസ് ബാഗ്. അവന്റെ പുതിയ പേന അവന്റെ ബാഗിന്റെ മേലെയാണ്. എഴുതിക്കോളാം. ഹിസ് ന്യൂ പെൻ, അല്ലെ? ഹിസ് പെൻ, ന്യൂ എന്നുള്ളത് വിശേഷണം, അവന്റെ പേന എന്താണ് പുതിയത് എന്നുള്ളത് ആഡ്ജക്റ്റീവ് ആണ്. അപ്പം കലമു ഹു, അവന്റെ പേന. കലമു ഹു അൽ ജദീദു. കലമിന്റെ ആണ് വിശേഷണം, അതുകൊണ്ട് തന്നെ പുല്ലിംഗം, ഏകവചനം, പിന്നെ നമുക്കറിയാലേ ദമീർ മുത്തസിൽ അറ്റാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇദാഫ കൺസ്ട്രക്ഷൻ മൊത്തത്തിൽ മാരിഫയാണ്. അതുകൊണ്ട് തന്നെ അതിന് എഴുതുന്ന വിശേഷണം എന്തായിരിക്കണം? മാരിഫ ആയിരിക്കണം. ഖലമുഹു അൽ ജദീദു ഈസ് ആണ്, അതുകൊണ്ട് നമുക്ക് കാനയുടെ ആവശ്യമില്ല, വേറൊരു വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓൺ ടോപ്പ് ഓഫ്, അബവ്, ഫൗക ഹിസ് ബാഗ്, ഹഖീബത്തിഹി. ഓക്കെ, ഫൗക ഹഖീബ. ഫൗക എഴുതുമ്പോൾ തന്നെ എന്തായി? ഇവിടെ ഹഖീബത്തി ആയി, അല്ലെ? ഹഖീബ എന്നുള്ളത് ഹഖീബത്തി ആയി. പിന്നെ തീ വരുമ്പോൾ നാച്ചുറലി ഹി എന്നായിട്ട് മാറും. അപ്പം ഫൗക ഹഖീബത്തിഹി, ഹഖീബ എന്ന് പറയുന്ന ഇസ്മ മജ്റൂറായി. ഇനി അടുത്ത വാക്ക്, സെന്റൻസ്, the lesson of the Aqidah teacher was behind my class. The lesson of the, ഈ ലെസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സുഖം തോന്നില്ല. ദർസ് എന്ന് പറയാറുണ്ടല്ലോ അറബിയിൽ. അപ്പം അഖീദ ടീച്ചറുടെ ദർസ് എൻ്റെ ക്ലാസ് റൂമിന്റെ പിന്നിലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ലെസൺ ഓഫ് ദി അഖീദ ടീച്ചർ വാസ് ബിഹൈൻഡ് മൈ ക്ലാസ്. എഴുതിക്കോളാം.
the lesson of the Aqida teacher. അഖീദയുടെ ടീച്ചർ അല്ലേ? മുദരിസുൽ അഖീദത്തി ആണ് അഖീദ ടീച്ചർ. മുദരിസുൽ അഖീദത്തി അല്ലെങ്കിൽ മുദരിസത്ത് എന്നും പറയാട്ടോ, കുഴപ്പമൊന്നുമില്ല, ഫീമെയിൽ ടീച്ചർ ആണെങ്കിൽ. മുദരിസത്തുൽ അഖീദത്തി അല്ലെങ്കിൽ മുദരിസുൽ അഖീദത്തി എന്ന് എഴുതാം. പക്ഷെ അതിന് ഒരു ഇദാഫയും കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ ലെസൺ ഓഫ് എന്ന് പറയുന്നുണ്ട്. അപ്പം ദർസു മുദരിസിൽ അഖീദത്തി. ജസ്റ്റ് അഖീദ ടീച്ചർ ആണെങ്കിൽ മുദരിസുൽ അഖീദത്തി അല്ലെങ്കിൽ മുദരിസത്തുൽ അഖീദത്തി. അതിന് ലെസൺ ഓഫ് അല്ലെങ്കിൽ ദർസ് എന്നും കൂടെ പറയുന്നത് കൊണ്ട് ദർസു മുദരിസിൽ അഖീദത്തി വാസ് ആണ് അല്ലേ? ക്യാന. കാരണം ഇവിടെ ദർസ് എന്ന് പറയുന്നത് പുല്ലിംഗ ഏകവചനം തേർഡ് പേഴ്സൺ. അപ്പൊ ക്യാന ദർസുൽ മുദരിസിൽ അഖീദത്തി വാസ് ബിഹൈൻഡ് മൈ ക്ലാസ്. എൻ്റെ ക്ലാസിന്റെ പുറകിലായിരുന്നു. എൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഫസ്ലി, ബിഹൈൻഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ വറാ ഫസ്ലി അല്ലേ? അപ്പം വറാ ഫസ്ലി എൻ്റെ ക്ലാസിന്റെ പുറകിൽ. ഫസ്ലി എൻ്റെ ക്ലാസ്, വറാ പുറകിൽ. അപ്പൊ വറാ ഫസ്ലി അല്ലെങ്കിൽ ഖൽഫ എന്നും എഴുതാം. ഖൽഫ ഫസ്ലി. അടുത്ത സെന്റൻസ്. വാസ് ദ ഫിഖ് ടീച്ചർ ഫീമെയിൽ ആയിട്ടാണ് എഴുതുന്നത്. ഇൻ ദ ബിഗ് ഹാൾ ടുഡേ. വാസ് ദ ഫിഖ് ടീച്ചർ in the big hall today. ടീച്ചർ ഫീമെയിൽ ആണ്. ഓക്കെ, എഴുതിക്കൊള്ളാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആണ്. വാസ് ദ ഫിഖ് ടീച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഹൽ. ദ ഫിഖ് ടീച്ചർ എന്ന് പറയുമ്പം മുദരിസത്തുൽ ഫിഖ്ഹി ഫീമെയിൽ ആന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? മുദരിസത്തുൽ ഫിഖ്ഹി. അപ്പം വാസ് ആയതുകൊണ്ട് കാനത്ത്. കാരണം മുദരിസ ഫീമെയിൽ ഏകവചനമാണ്, അതുകൊണ്ട് തന്നെ കാനത്ത്. ഹൽ കാനത്ത് മുദരിസത്തുൽ ഫിഖ്ഹി ഇൻ ഫി ദ ബിഗ് ഹാൾ. ഓക്കെ, ദ ബിഗ് ഹാൾ എന്ന് പറയുമ്പോൾ ഖാഅത്തിൽ കബീറത്തി. സോറി, ടുഡേയും കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ഹൽ കാനത്ത് മുദരിസത്തുൽ ഫിഖ്ഹി വാസ് ദ ഫിഖ് ടീച്ചർ ഫി ഇൻ ദ ബിഗ് ഹാൾ അൽ ഖാഅത്തിൽ കബീറത്തി. ദ ബിഗ് ഹാൾ അൽ ഖാഅത്തിൽ കബീറത്തി. ഇത് സിഫ മൗസൂഫ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ അൽ വന്നിട്ടുള്ളത്. അൽ ഖാഅത്തിൽ കബീറത്തി ബിഗ് ഹാൾ ടുഡേ അൽ യൗം. ഓക്കെ, ഫിഖ് ടീച്ചർ ഇന്ന് ആ വലിയ ഹാളിൽ ഉണ്ടായിരുന്നു. അൽ യൗമ മൻസൂബായിട്ടാണ് എഴുതുക നമ്മൾ ദർഫുകൾ എഴുതുമ്പോൾ. ഇനി അടുത്തത്. The tafsir students were standing in front of your class yesterday. The tafsir students were standing in front of your class yesterday. തഫ്സീർ വിദ്യാർത്ഥികൾ ഇന്നലെ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ മുന്നിൽ നിൽക്കുന്നവരായിരുന്നു. ഓക്കെ, തഫ്സീർ വിദ്യാർത്ഥികൾ ഇന്നലെ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ മുന്നിൽ നിൽക്കുന്നവരായിരുന്നു എഴുതാം.
വിദ്യാർത്ഥികൾ മെയിലായിട്ടാണ് എഴുതുന്നത് കേട്ടോ. ദ തഫ്സീർ സ്റ്റുഡൻസ്. അപ്പം തുല്ലാബു തഫ്സീരി. ഓക്കെ, തുല്ലാബു തഫ്സീരി ദ ആയതുകൊണ്ട് തുല്ലാബു തഫ്സീരി. വാസ്, ക്യാന, കാരണം നമുക്കറിയാം വേർബ് ആദ്യം വരുമ്പോൾ അതിനുശേഷം വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും വേർബ് സിംഗുലർ ആയിരിക്കും, പക്ഷെ ജെൻഡർ മാത്രം മാച്ച് ചെയ്യണം അല്ലെ. തുല്ലാബ് പുല്ലിംഗ ബഹുവചനാണ്, അതുകൊണ്ട് തന്നെ വേർബ് സിംഗുലർ ആയിരിക്കണം. ക്യാന തുല്ലാബ് തഫ്സീരി. സ്റ്റാൻഡിങ്, വാഖി ഫീന. എന്തുകൊണ്ട് അത് വാഖി ഫീന ആയത്? കാരണം ഇവിടെ തുല്ലാബ് തഫ്സീർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ് അല്ലെ, ഈ ക്യാനയുടെ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രെഡിക്കറ്റ് ഇസ്മ ആണെങ്കിൽ അത് മൻസൂബായിട്ട് മാറും. അപ്പം ഈ തഫ്സീർ സ്റ്റുഡൻസിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് ഇവിടെ വാക്കിഫീന, സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇത് ഇസ്മാണ് അല്ലെ. ഇതുവരെയൊക്കെ നമുക്ക് പ്രെഡിക്കേറ്റ് വന്നതൊക്കെ ഹർഫ് ജറുള്ള ഒരു ഫ്രേസ് ആയിട്ടാണ് വന്നത്. ഇവിടെ ഇത് ഇസ്മ വന്നതുകൊണ്ട് അത് മൻസൂബാവും. വാക്കിഫൂനയുടെ മൻസൂബും മജ്റൂറും വാക്കിഫീനയാണ്. തുല്ലാബ് പ്ലൂറൽ ആയതുകൊണ്ട് വെറും വാക്കിഫ് എന്ന് എഴുതാൻ പറ്റില്ല, വാക്കിഫൂന എഴുതണം. വാക്കിഫൂനയുടെ മൻസൂബ് വാക്കിഫീന. ഖാനയുടെ പ്രെഡിക്കേറ്റ് ആണ് ഇത്. ഇൻ ഫ്രണ്ട് ഓഫ്, അമാമ, യുവർ ക്ലാസ്, ഫസ്ലിക്ക അല്ലെങ്കിൽ ഫസ്ലിക്കി എഴുതിയാലും ഓക്കെയാണ്. ഇനി ഫസ്ലിക്കും എന്ന് എഴുതിയാലും ഓക്കെയാണ്, കാരണം ഇവിടെ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ബിൽ അംസി, യെസ്റ്റർഡേ എന്നുള്ളതിന്റെ യൂസേജ് ബിൽ അംസി ആണ്. ഓക്കെ, അപ്പം ക്യാനത്തുല്ലാബു അത്തഫ്സീരി, ക്യാനത്തുല്ലാബു തഫ്സീരി വാഖിഫീന അമാമ ഫസ്ലിക്ക ബിൽ അംസി. ഇനി അടുത്ത സെന്റൻസ്. വാസ് ഫാത്തിമ sitting behind the new teacher's desk, table. Okay, was Fatima sitting behind the new teacher's ഫാത്തിമ പുതിയ അല്ല ആ പുതിയ അധ്യാപികയുടെ, അധ്യാപികയാണ് ഫീമെയിൽ ആണ് കേട്ടോ, പുതിയ അധ്യാപികയുടെ മേശയുടെ പിന്നിൽ ഇരിക്കുന്നവളാണ്. ഫാത്തിമ പുതിയ അധ്യാപികയുടെ മേശയുടെ പിന്നിൽ ഇരിക്കുന്നവൾ ആണോ? ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആണ്, എഴുതിക്കോളാം.
ക്വസ്റ്റ്യൻ വാക്ക് ആയതുകൊണ്ട് തന്നെ ഹൽ ഫാത്തിമ വാസ് ലൈക്ക്, അപ്പം ക്യാനത്ത് ഫാത്തിമത്തു. ഫാത്തിമ സ്ത്രീലിംഗ ഏകവചനം, അതുകൊണ്ട് തന്നെ ക്യാനത്ത് ഫാത്തിമത്തു സിറ്റിംഗ്. അപ്പം ഇത് ഫാത്തിമയെ കുറിച്ച് പറയുന്ന ഖബറാണ് അല്ലെ. അപ്പം ഖബർ പാട്ടായതുകൊണ്ട് തന്നെ ജാലിസ തെൻ, കാരണം ഇസ്മും കൂടെയാണ്. ഓക്കെ, ഹൽ ക്യാനത്ത് ഫാത്തിമത്തു ജാലിസത്തൻ ബിഹൈൻഡ്, ഖൽഫ അല്ലെങ്കിൽ വറാഅ ദ ന്യൂ ടീച്ചേഴ്സ് ഡെസ്ക്. അപ്പം ടീച്ചേഴ്സ് ഡെസ്ക് ന്യൂ വിശേഷണം. താവിലത്തുൽ മുദരിസത്തി എന്നുള്ളതാണ് ടീച്ചേഴ്സ് ഡെസ്ക്. ന്യൂ എന്ന് പറയുമ്പോൾ സോറി ജദീദത്തി. ഓക്കെ, താവിലത്തുൽ മുദരിസത്തിൽ ജദീദത്തി, ന്യൂ ടീച്ചേഴ്സ് ഡെസ്ക് ബിഹൈൻഡ്. ഓക്കെ, അപ്പം ഖൽഫ എന്ന് എഴുതുമ്പോൾ തന്നെ അതിനുശേഷം വരുന്ന ഇസ്മ മജ്റൂറായി. ഇനി ഇത് ഓൾറെഡി ഒരു ഇദാഫ കൺസ്ട്രക്ഷൻ ആണ്, തോവിലത്തുൽ മുദരിസത്തി. ഈ തോവിലത്തുൽ മുദരിസത്തിന് ഖൽഫ വന്നപ്പോൾ തോവിലത്തിൽ മുദരിസത്തി ആയി. ഈ തോവിലക്ക് വിശേഷണം വന്നതാണ് ജദീദ, അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീലിംഗ ഏകവചനം അൽ ജദീദത്ത്. പിന്നെ അൽ ഇദാഫ കൺസ്ട്രക്ഷൻ അല്ലുണ്ടതുകൊണ്ട് ഇവിടെയും അല്ല്. ഇതിന്റെ ഹർക്കത്ത് ജറായതുകൊണ്ട്, ഇത് മജ്റൂർ ആയതുകൊണ്ട് അതിന്റെ അതായത് മൗസൂഫ് മജ്റൂർ ആയതുകൊണ്ട് ഇവിടെ സിഫയും മജ്റൂർ. അപ്പം അത്രയും എക്സാമ്പിൾസ് ആണ് ഇപ്പോൾ എഴുതാനുള്ളത്. ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ 2-3 ക്ലാസ് ആയി കണ്ടിന്യൂസ് എക്സാം ഇല്ലാണ്ട് കൊണ്ടുപോകണം അല്ലേ. അപ്പം ഇനി ഒരു പുതിയൊരു ടോപ്പിക് എടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു കുഞ്ഞ് എക്സാം നടത്താം. അടുത്ത ട്യൂസ്ഡേന്റെ ക്ലാസ്സിന് മുമ്പ് ഡേറ്റ് ഏതാണെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഒരു ക്ലാസ് ടെസ്റ്റും കൂടെ ഇടും. അപ്പോൾ ഇതുവരെ ഈ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ഒരു ക്ലാസ് ടെസ്റ്റ് ഇട്ടിട്ട് ഇനി അതിന്റെ ബാക്കി പുതിയ ഒരു ടോപ്പിക് ഇതേ ലെസണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞിട്ട് അസൈൻമെന്റ് അല്ല, നമ്മുടെ എക്സസൈസസ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമ്മുടെ 6th ലെസന്റെ എക്സാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു എളുപ്പാക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.